നമസ്കാരം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൃദയാഘാതം മൂലം നടനും ഗായകനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചത്. അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് സിനിമാ പ്രേമികളും കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം. പ്രഗമനം എന്ന സിനിമയുടെ ഷൂട്ടിനായി ചോറ്റാനിക്കരയിൽ പോയി തിരികെ വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് മരണം നവാസിലേക്ക് എത്തിയത്. മലയാള സിനിമാ പ്രവർത്തകർക്കും ടെലിവിഷൻ കലാകാരന്മാർക്കും വലിയ ഞെട്ടൽ നൽകിയാണ് കലാഭവൻ നവാസിന്റെ വിയോഗം സംഭവിച്ചത്. ചോറ്റാനിക്കരയിൽ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. നവാസിന്റെ അപ്രതീക്ഷിത മരണവാർത്ത കലാലോകത്തെ വല്ലാതെ നടുക്കിയിരുന്നു. ഓഗസ്റ്റ് 1-നാണ് ഉറ്റവർക്കും കുടുംബത്തിനും തീരാവേദന നൽകി നവാസ് കടന്നുപോയത്. നവാസിന്റെ മരണവുമായി ഇപ്പോഴും ഭാര്യ രഹനയും 3 മക്കളും പൊരുത്തപ്പെട്ടിട്ടില്ല. നവാസിന് നിഴലായി മാത്രം ജീവിച്ച രഹനയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനാവുന്നതിനും അപ്പുറമായിരുന്നു ഭർത്താവിന്റെ വിയോഗം. സിനിമയിലും നമസ്കാരം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൃദയാഘാതം മൂലം നടനും ഗായകനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചത്. അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് സിനിമാ പ്രേമികളും കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം. പ്രഗമനം എന്ന സിനിമയുടെ ഷൂട്ടിനായി ചോറ്റാനിക്കരയിൽ പോയി തിരികെ വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് മരണം നവാസിലേക്ക് എത്തിയത്. മലയാള സിനിമാ പ്രവർത്തകർക്കും ടെലിവിഷൻ കലാകാരന്മാർക്കും വലിയ ഞെട്ടൽ നൽകിയാണ് കലാഭവൻ നവാസിന്റെ വിയോഗം സംഭവിച്ചത്. ചോറ്റാനിക്കരയിൽ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. നവാസിന്റെ അപ്രതീക്ഷിത മരണവാർത്ത കലാലോകത്തെ വല്ലാതെ നടുക്കിയിരുന്നു. ഓഗസ്റ്റ് 1-നാണ് ഉറ്റവർക്കും കുടുംബത്തിനും തീരാവേദന നൽകി നവാസ് കടന്നുപോയത്. നവാസിന്റെ മരണവുമായി ഇപ്പോഴും ഭാര്യ രഹനയും 3 മക്കളും പൊരുത്തപ്പെട്ടിട്ടില്ല. നവാസിന് നിഴലായി മാത്രം ജീവിച്ച രഹനയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനാവുന്നതിനും അപ്പുറമായിരുന്നു ഭർത്താവിന്റെ വിയോഗം. സിനിമയിലും വേദികളിലുമായി സജീവമായിരുന്നു കലാഭവൻ നവാസ്. പുതിയ സിനിമയിൽ അഭിനയിച്ചു വരുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിത വിയോഗം. നാടകവേദികളിലും സജീവമായ അദ്ദേഹം അവസാനമായി എഴുതിയ നാടകം കാണാൻ കുടുംബാംഗങ്ങൾ എത്തിയിരുന്നു. 22 വർഷമായി എന്റെ കൂടെ ഉണ്ടായിരുന്നു മരുമൻ, എനിക്ക് മകൻ തന്നെയാണ് അവൻ. രഹനയുടെ വാപ്പ ഹസൻ നവാസിനെ കുറിച്ച് വാചാലനാവുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്ന്. എല്ലാ അർത്ഥത്തിലും നല്ലൊരാളായിരുന്നു. ഇതുവരെ ഒരാളെ കുറിച്ചും കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. എന്റെ മകന്റെ കൂട്ടുകാരല്ലേ ഇവരൊക്കെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സംസാരത്തിനിടയിൽ രഹനയെയും മക്കളെയും അദ്ദേഹം വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അവരിപ്പോൾ ഉള്ളിൽ കരയുകയായിരിക്കും, എനിക്കറിയാം. വിവാഹം കഴിഞ്ഞിട്ട് എന്നെ അവരുടെ കൂടെ നിർത്തി എന്നേ പറയാൻ പറ്റൂ. ഞാൻ മാറുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെയും ഭാര്യയെയും വിട്ടില്ല. ഇതൊക്കെ കൊണ്ടാവുമെന്ന് തോന്നുന്നു. അവൻ ഞങ്ങളെ വിടാതെ അവരോടൊപ്പം തന്നെ കൂട്ടിയത്. 1-2 ടോക്സിനോട് സംസാരിക്കവെയായിരുന്നു രഹനയുടെ ഉപ്പ മകനെക്കുറിച്ച് വാചാലനായത്. 2 പെൺമക്കളാണ് എനിക്ക്. ആൺപിള്ളേരില്ലല്ലോ എന്ന് ചിന്തിക്കാൻ ഇടം തന്നിട്ടില്ല പെൺപിള്ളേർ. എല്ലാം അറിഞ്ഞു ചെയ്യുന്ന മരുമക്കളാണ് എന്റേത്. ഉപ്പ ഇവിടെ വേണം എന്നത് കൊണ്ടാവാം നവാസ് എന്നെ ഇവിടെ നിർത്തിയത്. അവൻ വന്ന ശേഷം ഞാൻ സ്വന്തമായി ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. എല്ലാം അവനാണ് വാങ്ങുന്നത്. വീട്ടിലെല്ലാ കാര്യങ്ങളും അവനായിരുന്നു ചെയ്തത്. എനിക്ക് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. അതിന് പൈസ മുടക്കിയത് നവാസാണ്. ഏറ്റവും നല്ല ആശുപത്രിയിൽ AC റൂമിലായിരുന്നു ഞാൻ. എൻ്റെ കൂടെ എക്സസൈസിന് കൂടുമായിരുന്നു. ഭക്ഷണ നിയന്ത്രണം പാലിക്കണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. നവാസിന് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലായിരുന്നു. നെഞ്ചിൽ എന്തോ ഇടിപ്പ് വന്നു എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. അത് പെട്ടെന്ന് മാറി എന്ന് പറഞ്ഞതായും ഡോക്ടർ പറഞ്ഞിരുന്നു. 8 മണിക്ക് രഹനയെ വിളിച്ച് സംസാരിച്ചതാണ്. പിള്ളേർക്ക് നേരത്തെ ഫുഡ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയുന്നത് വേറൊന്നാണ്. ജീവിക്കണമെന്ന് പോലും ഇല്ല ഇപ്പോൾ. രഹനയെ ഒന്ന് പിക്കപ്പാക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എന്തെങ്കിലും വഴക്ക് കാണില്ലേ? അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവരും മക്കളും ഞാനും ഭാര്യയും, അതായിരുന്നു ലോകം. ആരും ഒന്നും പറയാതെ തന്നെ എല്ലാം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു മോന് എന്താണ് ഇങ്ങനെ ഒരു വിധി ദൈവം കൊടുത്തതെന്ന് അറിയില്ല. നല്ലവരെ ദൈവം നേരത്തെ വിളിക്കും എന്നൊക്കെ പറയാറുണ്ട്. നമ്മളൊക്കെ ചീത്തയായി ഇവിടെ ജീവിക്കണമെന്നായിരുന്നു. ഇത്രയും വർഷം പണിയെടുത്തിട്ട് ചെറിയ വീട്ടിൽ താമസിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. പുള്ളിക്ക് വലിയ വേറൊരു വീടുണ്ട്. ചെറിയ വീടാണ് കൂടുതൽ ഇഷ്ടം. 1 രൂപ കടമില്ലാത്ത ആളാണ്. പ്രോഗ്രാമില്ലാത്ത സമയത്ത് പോലും പൈസ ഇല്ലാത്ത പ്രശ്നമുണ്ടായിരുന്നില്ല. തനിക്ക് കിട്ടുന്നതിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടാറുണ്ട്. നോട്ട് എന്ന് പറയുന്നത് കടലാസാണ്. അത് ചെലവാക്കാനല്ലേ ഉപ്പ എന്നൊക്കെ പറയും. മക്കളെയൊക്കെ സേഫ് ആക്കിയിട്ടുണ്ട്. ആഡംബരം അങ്ങനെ ചെയ്യില്ല. നവാസിന് അങ്ങനെ ഒരു ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. 28 ലക്ഷം തന്നു എന്നൊക്കെ പറയുന്നതിൽ വാസ്തവമില്ല. മക്കൾ അവന്റെ ഡ്രസ്സുകൾ മാത്രമേ ഇടാറുള്ളൂ. അതിടുമ്പോൾ അവനെ കിട്ടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അതേസമയം തന്നെ നവാസിന്റെ മരണശേഷം പൊതുവേദികളിലൊന്നും രഹന പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. മാധ്യമങ്ങളിൽ നിന്ന് തീർത്തും അകന്ന ജീവിതമായിരുന്നു രഹനയുടേതും മക്കളുടേതും. നവാസും രഹനയും ഒന്നിച്ച് അഭിനയിച്ച ഇഴ എന്ന ചിത്രം നവാസിന്റെ മരണശേഷം യൂട്യൂബിൽ റിലീസ് ചെയ്തിരുന്നു. മക്കൾ മാത്രമാണ് വല്ലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പാപ്പയെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം നവാസ് അവസാനമായി അഭിനയിച്ച പ്രഗമനം എന്ന സിനിമ തിയേറ്ററിൽ കാണാൻ രഹന എത്തിയിരുന്നു. നവാസികയുടെ വേർപാടിന്റെ സങ്കടം ഉള്ളിൽ ഒതുക്കി വലിയ ഹൃദയവേദനയോടെയാണ് രഹന സിനിമ കണ്ടു തീർത്തത്. മക്കൾക്കൊപ്പമാണ് രഹന തിയേറ്ററിൽ ചിത്രം കാണാൻ എത്തിയിരുന്നത്. ചിത്രം പൂർത്തിയായി തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി രഹനയെ വട്ടം കൂടി.
തുടർന്ന് വികാരഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് തിയേറ്ററിന്റെ പരിസരം കടന്നുപോയത്. പ്ലീസ്, ഒന്നും പറയാനില്ല, തന്നെ വെറുതെ വിടണമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് രഹന പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. ഉടൻ തന്നെ മകൻ അമ്മയെ ചേർത്ത് നിർത്തുകയും ചെയ്തു. മകന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് രഹന കരഞ്ഞത് കണ്ടു നിന്നവരെയും കണ്ണീരണിയിച്ചു. ഈ ഘട്ടത്തിലും ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒരു നിമിഷം വിടാതെ രഹനയുടെ മുഖം ഒപ്പിയെടുക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോകൾ പങ്കുവച്ചതോടെ വലിയ വിമർശനങ്ങളും ഉയർന്നു. അവരെ ബുദ്ധിമുട്ടിക്കാതെ വെറുതെ വിട്ടുകൂടെ എന്നാണ് പലരും കമന്റ് ബോക്സുകളിൽ ചോദിക്കുന്നത്. അവരുടെ സ്വകാര്യതയ്ക്ക് ഒരു വിലയുമില്ല എന്നും എന്തിനാണ് ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും പലരും ചോദിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 22 വർഷമാണ് രഹനയും നവാസും ഒരുമിച്ച് ജീവിച്ചത്. രഹനയെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രഹനയുടെ പിതാവായ കൊച്ചിൻ ഹസനാർ പറഞ്ഞിരുന്നു. നവാസിനെ പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു. സിനിമാ ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിൽ എത്തി താരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രകമനം സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ടായിരുന്നു നവാസ് എത്തിയത്. താരത്തിന്റെ ഭാഗങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായ ശേഷമായിരുന്നു നവാസിന്റെ മരണം സംഭവിക്കുന്നത്. നവാസിന്റെ മരണം കവരുമ്പോൾ പ്രായം വെറും 51 വയസ്സ് മാത്രമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രകമനം സിനിമ തിയേറ്ററിലെത്തിയതും നവാസിനെ പ്രേക്ഷകർ കണ്ടതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വേദനയ്ക്ക് വഴിവെച്ചിരുന്നു. ഷോ കാണാൻ നവാസിന്റെ ഭാര്യ രഹനയും 3 മക്കളും എത്തിയതും മലയാളികളെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. നിറഞ്ഞ കണ്ണുകളുമായാണ് രഹന സിനിമ മുഴുവൻ കണ്ടു തീർത്തത്. നടന്റെ വേർപാടിൽ നിന്നും രഹനയും മക്കളും കരകയറിയിട്ടില്ല. നവാസ് ഒപ്പമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് പല അഭിമുഖങ്ങളിലും രഹന തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമ കാണാനായി തിയേറ്ററിൽ മക്കൾക്കൊപ്പം എത്തിയ രഹനയുടെ വീഡിയോയും പ്രേക്ഷകർക്ക് നോവായി. എപ്പോഴും നിറഞ്ഞ ചിരിയോടെയും പ്രസരിപ്പോടെയും വിടർന്ന കണ്ണുകളുമായി കുസൃതിയോടെ സംസാരിക്കുന്ന രഹനയെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ. എന്നാൽ മാസങ്ങൾക്ക് ശേഷം മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട രഹനയുടെ മുഖത്ത് നിറഞ്ഞ ചിരിയോ പഴയ പ്രസരിപ്പോ ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു ചുരിദാർ ധരിച്ച് കണ്ണെഴുതാതെ കരഞ്ഞു വീർത്ത കണ്ണുകളും വാടിയ മുഖവുമായിരുന്നു രഹനയ്ക്ക്. നവാസിന്റെ ശൂന്യത ആ കുടുംബത്തെയും രഹനയെയും എത്രത്തോളം ബാധിച്ചുവെന്നത് മക്കളുടെയും രഹനയുടെയും വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. പ്രതികരണം എടുക്കാനായി മീഡിയ ചെന്നപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു രഹനയുടെ മറുപടി. ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാതെ നവാസിന്റെ ഓർമ്മകളിൽ വിങ്ങിക്കരയുന്ന രഹനയെ ഇളയ മകൻ ആശ്വസിപ്പിക്കുന്ന വീഡിയോയും വൈറലാവുന്നുണ്ട്. രഹനയുടെ അവസ്ഥ കണ്ട് ഉള്ളം നീറുന്നു. എന്റെ ആരുമല്ലാതായിട്ടും നെഞ്ചൊന്ന് വിങ്ങിപ്പോയി. ആരൊക്കെ താങ്ങായി നിന്നാലും നഷ്ടപ്പെട്ടത് പകരം വെക്കാനാവാത്ത ഒരാളല്ലേ. മോൻ ചേർത്ത് പിടിച്ചത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ഹൃദയം കൊണ്ട് പരസ്പരം ഒന്നായവർക്കേ നഷ്ടപ്പെടലിന്റെ വേദന അറിയാൻ കഴിയുകയുള്ളൂ. മുമ്പ് എന്ത് സുന്ദരിയായിരുന്നു രഹന. അത്രയേറെ തകർന്നിരിക്കുന്ന രഹനയോടും മക്കളോടും സാഹചര്യം മനസ്സിലാക്കാതെ ചോദ്യങ്ങൾ ചോദിച്ച് പ്രതികരണം എടുക്കാൻ ശ്രമിച്ചതിന് ഓൺലൈൻ മീഡിയയും സോഷ്യൽ മീഡിയ വിമർശിച്ചു. ഇപ്പോഴെങ്കിലും അവരെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? വളരെ മോശം, ആ പാവത്തിനെ വിട്ടേക്ക് എന്നാണ് ഏറെയും കമന്റുകൾ. ഇളയ മകനോട് നിരന്തരം ചോദ്യം ചോദിച്ചതിനും മീഡിയയ്ക്കെതിരെ വിമർശനം ഉയർന്നു. സ്ഥലവും സാഹചര്യവും നോക്കാതെ എന്ത് തോന്നിയാസങ്ങളും ചോദിക്കുന്ന മീഡിയ ആ കുട്ടികളെ പോലും വെറുതെ വിടാൻ തയ്യാറല്ലാത്ത അല്പന്മാരായി അതമ്പതിച്ചിരിക്കുന്നു. എന്തിനാണ് ഇതൊക്കെ ഇട്ടിട്ട്? കുറച്ചു നാളത്തേക്കെങ്കിലും അവരെ വെറുതെ വിടൂ. വിങ്ങി പൊട്ടാൻ പാകത്തിന് നിൽക്കുന്ന ആ മോന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ മനസാക്ഷിയില്ലാതെ ചോദിക്കാൻ എങ്ങനെ തോന്നും? അന്നിന്റെ സ്വകാര്യ ദുഃഖം പോലും വിറ്റ് തിന്നരുത് എന്നിങ്ങനെയായിരുന്നു പ്രതികരണങ്ങൾ.